കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഉറക്കെ ഉറക്കെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ, ഉറക്കെ ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിരുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ നിന്നെ ആരാധിക്കും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ആരാധന 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 ആരാധന, യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി മഹത്വം മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പെട്ടെന്ന് പൂത്ത് കായ്ക്കാൻ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ചിലർക്ക് ഉടമ്പടി എന്തുകൊണ്ടാണ് ലാഗ് ചെയ്യണത്? ചിലർക്ക് പെട്ടെന്ന് ഉടമ്പടി എന്താ നടക്കണത്? അത് നമ്മൾ ഒരു അതൊരു കേസ് ഹിസ്റ്ററിയാണ്. ഇങ്ങനെ പലരുടെയും പെട്ടെന്ന് നടക്കുന്ന ഉടമ്പടികളും താമസിച്ച് നടക്കുന്ന ഉടമ്പടി. ആർക്കൊക്കെയാണ് ഉടമ്പടി താമസിച്ച് നടക്കുന്നത്? ആർക്കൊക്കെയാണ് ഉടമ്പടി പെട്ടെന്ന് നടക്കുന്നത്? ആ സാക്ഷികൾ മാത്രം നമ്മൾ വെറൈറ്റി ആയിട്ട് മാറ്റിയിട്ടൊന്ന് സ്കാൻ ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു സത്യം മനസ്സിലാവും. ഇപ്പോൾ നമ്മളൊരു വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെടി വെക്കുന്നു. നമ്മളെന്ത് ചെയ്യും? ചെടി അങ്ങനെ തന്നെ കൊണ്ട് വെക്കത്തില്ലല്ലോ. എന്ത് ചെയ്യും? ആ മണ്ണൊക്കെ ഒന്ന് ഒരുക്കുമല്ലേ ആദ്യം. മണ്ണൊക്കെ ഒരുക്കി കളയുണ്ടെങ്കിലൊക്കെ പറിച്ച് മാറ്റി മണ്ണൊക്കെ ഒന്ന് ഇളക്കി, വേരോടാൻ വേണ്ടി മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ഒരടിവളമൊക്കെ അവിടെ ഇട്ട്, എന്നിട്ടാണ് നമ്മൾ ചെടി വെച്ചിട്ട് നനയ്ക്കണത്. അപ്പോഴത് വേരോട്ടമുള്ളത് കാരണം പെട്ടെന്നത് പൊങ്ങി വളരും. ഒത്തിരിയേറെ ചെടികളുടെ ഇടയ്ക്ക് കൊണ്ടുപോയി നമ്മൾ ഉദ്ദേശിക്കുന്ന ചെടി വെച്ചാൽ പലപ്പോഴും ഈ പ്രസരണ നഷ്ടമെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ പ്രസരണ നഷ്ടം ഉണ്ടാകും. പ്രസരണ നഷ്ടമെന്ന് പറയുന്നത് KCBക്കാർ പറയുന്ന ഒരു സൂത്രമാണ്. സൂത്രമല്ല, ഒരു സത്യം. അവർ പറയും ഇടുക്കിയിൽ അവർ കുറേ കറണ്ട് ഉണ്ടാക്കിയാൽ അത് ആലപ്പുഴ വരുമ്പോൾ കുറേ ഈ വയറിലൊക്കെ കൂടി ചെമ്പ് വയറിലോ അലുമിനിയം വയറിലൊക്കെ സഞ്ചരിച്ച് പിന്നെ ആ വയറ് വല്ല തെങ്ങിലോ മരത്തിലൊക്കെ ഉരസിയിട്ടുണ്ടെങ്കിൽ അവർ ടച്ച് വെട്ടും. അവർ ടച്ച് വെട്ടാൻ വരുന്നില്ലേ? ടച്ച് വെട്ടാൻ വരുന്നത് എന്തുകൊണ്ടാണ്? കറണ്ട് ഈ നമ്മുടെ വേലിപ്പത്തൻ്റെ ഇടക്കൂടിയാണ് കറണ്ട് കമ്പി പോകണമെന്നുണ്ടെങ്കിൽ ആ വേലിപ്പത്തൽ മഴ നനയുമ്പോൾ കറണ്ട് വലിച്ചെടുക്കും. അപ്പോൾ നല്ല നമ്മൾ 100 വാട്ട് ഉണ്ടാക്കിയാൽ, ഇടുക്കിയിൽ 100 വാട്ട് ഉണ്ടാക്കിയാൽ അത് ആലപ്പുഴ വരുമ്പോൾ 50 വാട്ടായിട്ട് കുറയും ടച്ച്. അത് പ്രസരണ നഷ്ടം വരണതാണ്. ഉടമ്പടിയിലുമൊക്കെ പ്രസരണ നഷ്ടമുണ്ട്. ശരിക്കും നമ്മൾ ഉടമ്പടി പ്രകാരം വളരെ കൃത്യമായിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ കൂടെയുള്ളവരും ഉടമ്പടിയുടെ സ്പിരിറ്റ് ഇല്ലാത്തവർ, ചിലപ്പോൾ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കാം. ഈശോ പറഞ്ഞ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും അപ്പോൾ അവരുടെ ശത്രുക്കളെന്ന്. അത് ശരിയാണ്. ഉടമ്പടിയുടെ ശത്രുക്കൾ ചിലപ്പോൾ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും. കർത്താവ് എപ്പോഴും അത് നോട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബത്തിലുള്ളവരെ കുറിച്ച് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും നിങ്ങളുടെ ശത്രുക്കൾ. ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:36. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. അതാണ് സംഭവം. അത് ഇപ്പോഴല്ല, പണ്ടും അങ്ങനെയാണ്. ഒരുവൻ്റെ കുടുംബത്തിൽ പെട്ടവർ തന്നെ ആയിരിക്കും നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങൾ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നതിലും നിങ്ങൾ ദൈവവുമായിട്ട് അടുക്കുന്നതിലൊക്കെ ശത്രുത വരുന്നത് ചിലപ്പോൾ ഭാര്യയാകാം, അല്ലെങ്കിൽ ഭർത്താവാകാം. ഇപ്പം ഷാംലിൻ എന്ന് പറഞ്ഞ് ഈ നോർത്ത് പറവൂരിലുള്ള ഒരു സഹോദരൻ്റെ സാക്ഷ്യം ഈ ദിവസം കേട്ടായിരുന്നു. വലിയ സാക്ഷ്യമാണ്. അപ്പോൾ ഷാംലിന് 9 വർഷമായിട്ട് മക്കളില്ല. അപ്പോഴയാൾ വൈഫിനോട് പറയും, നമുക്ക് ഇപ്പോൾ ഇലന്തിക്കര അല്ലേ, അങ്ങനെ സ്ഥലമില്ലേ നോർത്ത് പറവൂരില്ലേ, അവിടെയാണ്. നമുക്ക് ഒന്ന് ഉടമ്പടി എടുക്കാൻ പോയാലോ എന്ന് വൈഫിനോട് ചോദിക്കുമോ? അപ്പോൾ വൈഫ് പറയും, ഞാനവിടെ 2019 പോയതാണ്, അങ്ങനെയാണ് എനിക്ക് അമൃതയിൽ ജോലി കിട്ടിയത്. ഞാനത് പുതുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളെന്നോട് പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു.
അതാ സാധനം. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കണ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ് അതിൻ്റെ കാര്യമൊന്നുമില്ല, അതൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ജോലി കിട്ടാൻ കാരണം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അന്ന് മുടക്കിയായിരുന്നു. ഉടമ്പടി പുതുക്കുന്നതിന് വൈഫിനെ മുടക്കി. അതാണ് ഈശോ പറയണത്, ഒരുവൻ്റെ കുടുംബത്തിൽ തന്നെയുള്ളവരായിരിക്കും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശത്രുക്കളെന്ന്. നമ്മളിത് എങ്ങനെയാണ് ഇതിനെ സമീപിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം തോന്നുമ്പോൾ തന്നെ കുടുംബത്തിലുള്ളവരെ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. അവരെ ബ്ലോക്ക് ചെയ്യണമെന്ന് കരാട്ടെ കാണിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് അവരെ സാത്താൻ്റെ ഉപകരണങ്ങളായി വന്ന് ദൈവിക പദ്ധതികളെ അട്ടിമറിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ എപ്പോഴും ഇപ്പോൾ ഉടമ്പടിക്ക് തന്നെയല്ല, ദൈവികമായ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം നമ്മൾ ഗൺ പോയിൻ്റിൽ കൊണ്ടുവരുന്നത് നമ്മുടെ നിയർ വൺസ് ആൻഡ് ഡിയർ വൺസാണ്. നമ്മളെ ഏറ്റവും അടുത്തവർ, ചിലപ്പോൾ കൂട്ടുകാരാകാം, കൂട്ടുകാരത്തികളാകാം, അങ്ങനെയുള്ളവരെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വെച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവരിൽ നിന്ന് കൂടുതലും മോശമാകാതെ ഒന്നും സംഭവിക്കാതിരിക്കാൻ. സാധാരണ മോശമായതൊക്കെ സംഭവിക്കും, കൂടുതൽ മോശമായതൊന്നും ഈശോ ഒരു ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, കൂടുതൽ മോശമായത്. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 5:14 കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ കൂടുതൽ മോശമായത് ഒന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ഇപ്പൊ തിന്മയുടെ ശക്തികളുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യരുതെന്നാ പറയണത്. തിന്മയുടെ ശക്തികളുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ തട്ടുകേടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കൂടുതൽ അടുപ്പം കാണിച്ച് അവരോട് ചോദിച്ച് അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവരുടെ ഒപ്പം ഒഴുകരുത്. ചിലപ്പോൾ വിട്ടു പോരേണ്ടി വരും. അത് 2 കൊരിന്ത്യൻസിലെ 2 കൊരിന്ത്യൻസ് 6:17 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യൻസ് 6:17 ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഒരു വേർപാട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഉടമ്പടി ഒരു വലിയ വിഷയമാണ്. നമ്മൾ ദൈവമായിട്ട് ഈ ജീവിതത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത പോലെയുള്ള വലിയ ബന്ധത്തിലേക്ക് വരികയാണ്. അപ്പോഴേ കളകളെയൊക്കെ നമ്മൾ പറിച്ചു മാറ്റണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. നിങ്ങൾ അവരെ 2 കൊരിന്ത്യൻസ് 6:17 ഒന്നൊരു വായിച്ചേ. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം ചില കൂട്ടുകെട്ടുകളിൽ നിന്നും ഒക്കെ നമ്മൾ ഒരു വേർപാട് കീപ്പ് ചെയ്ത് വേർപാട് ജീവിതം എന്ന് പറയും. ഉടമ്പടിക്കാലത്ത് ഒരു വേർപാട് കാണിക്കണം. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വൈറസ് നമ്മളിലേക്ക് കയറും. ഇത് നമ്മളെ ഡൗൺ ആക്കി കളയും. ഇപ്പോൾ കണ്ട ഇപ്പോൾ എന്താ ഷാംലിൻ്റെ വീട്ടിലെന്താ സംഭവിച്ചത്? അവർക്ക് ജോലി ഇല്ലാതിരുന്ന് അവർ രഹസ്യമായിട്ട് ഭർത്താവിനെ അറിയാതെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി അവർക്ക് ജോലി ഉടനെ കിട്ടി. ഇന്നും ആ ജോലി പോയിട്ടില്ല. പക്ഷേ ഉടമ്പടി പുതുക്കാൻ ഹസ്ബൻഡിനോട് ചോദിക്കാൻ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥനയുടെ സബ്ജക്റ്റാക്കി മാറ്റണം. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഒരിക്കൽ പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് ആക്കിയാൽ എപ്പോഴായാലും ഈ വിക്കറ്റ് വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. കാര്യം ഇപ്പം തന്നെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് ആരുമായിട്ടാണ്? ദൈവം എബ്രാഹുമായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്, അല്ലേ?
ആദ്യത്തെ ഉടമ്പടി ദൈവം ഇപ്പം നമ്മൾ നോഹയുടെ ഉടമ്പടി കഴിഞ്ഞാൽ ഇപ്പം 4ാമത്തെ ഉടമ്പടി, അത് ഏദനിക് ഉടമ്പടി, ആഡമിക് ഉടമ്പടി, നൗഹായിൻ ഉടമ്പടി, അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് എബ്രാഹിമിക് ഉടമ്പടി വരുന്നത്. 4ാമത്തെ ഉടമ്പടിയാണ് ദൈവം എടുക്കുന്നത് എബ്രാഹുമായിട്ട്. ഈ എബ്രാഹുമായിട്ട് ഉടമ്പടിയുടെ സമയം വരുമ്പോൾ ആ ഉടമ്പടിയിൽ ഇതുപോലൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ആ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എബ്രാഹുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് ചിരിക്കും. അതാണ് കുഴപ്പം. അത് നിസ്സാര കാര്യമല്ല. എബ്രാഹത്തിനെ പാതാളക്കുഴിയിൽ എത്തിച്ചതിൻ്റെ പിന്നിൽ സാറായുടെ വലിയ ശക്തമായ ചിരിയുണ്ട്. അപ്പോൾ ദൈവം അത് ശ്രദ്ധിച്ചു. ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നീ ചിരിച്ചു. അല്ല, ഞാൻ ചിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ദൈവം പറഞ്ഞു, ഇല്ല, നീ ചിരിച്ചു. പിന്നീട് ആ ഉടമ്പടിയെ മുഴുവനും നശിപ്പിച്ച് കളയണതും ഉടമ്പടിയുടെ സമയം ലാഗ് ചെയ്യിക്കുന്നത് സാറായാണ്, അല്ലേ? എബ്രാഹത്തിന് കൊടുത്ത ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഉൽപ്പത്തി 18:11 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രാമും സാറായും വൃദ്ധരായിരുന്നു. അവർക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. അതൊരു വാഗ്ദാനമാണ്. ഉടമ്പടി 3 തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് വാഗ്ദാനമായിട്ട് കിട്ടും, പിന്നെ ചട്ടമായിട്ട് കിട്ടും, പിന്നെ നിയമമായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിലുള്ള ഒരു വചനം നീ അത് പാലിക്കണം എന്ന് വിചാരിച്ചോ. കർത്താവിൻ്റെ ഒരു നിയമം നീ പാലിക്കുകയാണ്. അവിടെ നീ ഓട്ടോമാറ്റിക്കായിട്ട് കൃപാസനത്തിൽ വന്നില്ലെങ്കിലും നീ ഉടമ്പടിയിലായി. ഉടമ്പടിക്ക് 3 ഫോംസ് ഉണ്ട്. ഒന്ന് നിയമം, റൂൾസ്, പിന്നെ ചട്ടം, റെഗുലേഷൻസ്. ഇതുപോലെ തന്നെയാണ് നിയമവും ചട്ടവും പിന്നെ പ്രോമിസ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടിയിലായി. കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഉടമ്പടിയിലായി. കർത്താവിൻ്റെ നിയമം നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിലായി. കർത്താവിൻ്റെ ചട്ടങ്ങൾ, ഈ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ആയിട്ട് വ്യത്യാസമുണ്ടേ. അപ്പോൾ നമുക്കൊരു ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. സങ്കീർത്തനം 105:9. സങ്കീർത്തനം 105:9. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. 105 സങ്കീർത്തനം 9 തിരുവചനം. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി. ഏറ്റു പറഞ്ഞ്, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. കണ്ടില്ലേ? ഉടമ്പടി ഒരേ സമയം തന്നെ അബ്രാഹത്തോട്. ഇപ്പം സങ്കീർത്തനം 105:9 ഏറ്റു പറഞ്ഞ അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി. ഇസ്ഹാക്കിനോട് ശപഥപൂർവം ചെയ്ത വാഗ്ദാനം തന്നെ. ഇപ്പം ഉടമ്പടി ഒരു നിയമമാണ്. അതേസമയം തന്നെ അതിൽ തന്നെ ആ നിയമം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിലായി. ഇപ്പം കാത്തലിക്സിന് കറക്റ്റായിട്ട് സഭാ നിയമമുണ്ട്. ഞായറാഴ്ച ദേവാലയത്തിൽ പോകണം, കർത്താവിൻ്റെ ദിവ്യവിരുന്നിൽ പങ്കെടുക്കണം. അത് നിയമമാണ്. ആ നിയമം പാലിച്ചു കഴിയുമ്പോൾ അവർ ഉടമ്പടിയിലാണ്. അപ്പം അവർ ഉടമ്പടിയിലായി.
ഇതുപോലെ ഓരോ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ത് തന്നെയാണ്. ഇപ്പം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരോട് ആദരവ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലായി. ഇങ്ങനെ ഓരോ കാര്യവും നമ്മൾ ദൈവത്തിൻ്റെ ആ ഉടമ്പടി ഒരു ജീവിതമാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതക്രമമെന്ന് പറയാൻ പറ്റത്തില്ല. ഉടമ്പടി ഒരു ജീവിതമാണ് ശരിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണ്, ചെയ്യാത്തവരല്ല. പക്ഷേ ഇത് ഉടമ്പടിയാണ് നിങ്ങൾക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അത് അറിഞ്ഞിട്ട് അത് ദൈവസ്നേഹത്തോടെയാണ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉടമ്പടിയുടെ റിട്ടേൺസ് കിട്ടും. ഞാനത് ചെയ്യണത് ദൈവസ്നേഹത്തോടെയാണ്. ദൈവവും ഞാനും തമ്മിൽ ഉടമ്പടി പാലിച്ച് ദൈവവും ഞാനും തമ്മിൽ ആന്തരികമായ ആത്മബന്ധത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആചാരം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യവും ദൈവസ്നേഹത്തിലെ എൻ്റെ ചട്ടങ്ങളുണ്ട്. ശ്രുതിക്കട്ടെ മക്കളെ. സങ്കീർത്തനം 105:10 എടുത്ത്. അവിടുന്ന് അത് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ചട്ടം എന്ന് പറയുന്നത് എന്താ? റെഗുലേഷൻസ്. നിയമം എന്ന് പറയുന്നത് എന്താ? റൂൾസും റെഗുലേഷൻസും. ഇപ്പോൾ റൂൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം പോരാ, അത് റെഗുലേറ്റ് ചെയ്യുന്ന രീതികളുണ്ട്. അത് റെഗുലേറ്റ് വെച്ചാൽ അതിൻ്റെ ചട്ടം, അത് നടപടിക്രമം, അത് നടപ്പിൽ വരുത്തുന്ന നടപടിക്രമം. ആ നടപടിക്രമം ചട്ടം പോലെ തന്നെ പ്രധാനപ്പെട്ടത്, നിയമം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചട്ടം തന്നിട്ടുണ്ട്. എന്താണ്? 5:30 എഴുന്നേൽക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ 7 മണിക്ക് എഴുന്നേൽക്കാൻ ചട്ടം ലംഘനമായി. അപ്പോൾ ഉടമ്പടി നിന്ന് ഔട്ടായി. അത് മനസ്സിലായല്ലേ? 5:30 എഴുന്നേൽക്കണം, നിലത്തിൽ കത്തിക്കണം, അതെല്ലാം ചട്ടമാണത്. നിലയ്ക്ക് പകരം പച്ച കത്തിച്ചാൽ ചട്ടവിരുദ്ധമായി. കാര്യം ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് ഒരു നിയമമാണ്, ദൈവമായിട്ട് നമ്മൾ അടുപ്പിക്കുന്നതാണ്. ആ നിയമം നടപ്പിൽ വരുത്തുന്നത് ചട്ടപ്രകാരമാണ്. ചട്ടം തെറ്റിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം എല്ലാത്തിനും ദൈവമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു സൂക്ഷ്മതയും അതേസമയം തന്നെ ആത്മബന്ധത്തിൻ്റെ ഒരു അംശവുമുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയോട് ചെയ്ത ഉടമ്പടി ചട്ടപ്രകാരം ദൈവസ്നേഹത്തോടെ അനുവർത്തിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഉടമ്പടിയിലും നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലേ? പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന സ്ഥലങ്ങളിൽ, നമുക്ക് മെരിട്ട് പോകുന്ന സ്ഥലങ്ങളാണ് ദൈവത്തിൻ്റെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. ഉപ്പ് എന്തിനാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്? ഉടമ്പടി വസ്തുക്കളിൽ നിന്ന് ഉപ്പ് നീക്കം ചെയ്യരുതെന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളതാണ്. ഉപ്പ് ഉടമ്പടി വസ്തുക്കളിലെ ഉപ്പുള്ള വസ്തുക്കൾ ആരുടെ അവകാശമാണ്? ലേവ്യൻ്റെ അവകാശമാണ്. ലേവ്യ ആരുടെ അവകാശമാണ്? കർത്താവിൻ്റെ അവകാശമാണ്. അപ്പോൾ നമുക്ക് അവകാശം നഷ്ടപ്പെടുക, നമുക്ക് മെരിട്ട് നഷ്ടപ്പെടുക, അവിടെ നമ്മൾ കർത്താവിൻ്റെ അവകാശമാക്കി അതിനെ പ്രഖ്യാപിക്കും.
അതിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത്. വെറുതെ ഉപ്പിടാൻ പറ്റത്തില്ല, വിശ്വാസ പ്രമാണം ചൊല്ലിയിടേണ്ടി വരും. വിശ്വാസ പ്രമാണം ചൊല്ലിയിടേണ്ട, അതാണ് എൻ്റെ ചട്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചാണ് നിങ്ങളിപ്പോൾ സംഖ്യ പുസ്തകത്തെ 9:11 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സംഖ്യ 9:11. 2-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം. പെസഹ ആചരിക്കണെ കുറിച്ച് നിയമമാണ് പറഞ്ഞിരിക്കുന്നത്. നിയമം പറഞ്ഞോളൂ. പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലയും കൂട്ടി പെസഹ ഭക്ഷിക്കണം. അത് നിയമമാണ്, ഉടമ്പടി ഒരു നിയമമാണ്. ഇനി നടപ്പിൽ വരുത്തുന്ന വിഷയം വേറെയാണ്. അതറിയണമെങ്കിൽ പുറപ്പാട് 12:11 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പുറപ്പാട് 12:11. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. ഭക്ഷിക്കണമെന്ന് പറഞ്ഞത് നമ്മൾ സംഖ്യാപുസ്തകം, പെസഹ ആചരിക്കണമെന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 9:11. പക്ഷേ എങ്ങനെ ആചരിക്കണം, അതിൻ്റെ റെഗുലേഷൻ എന്താണ്, ചട്ടം എന്താണ്, ആ ചട്ടമാണ് പറയണത് പുറപ്പാട് 12:11. വായിച്ചോളൂ. അരമുറുക്കി പറഞ്ഞ അരമുറുക്കി അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. അപ്പോൾ ഈ ഉടമ്പടിക്ക് ഒരു സ്പീഡുണ്ട്, മനസ്സിലായോ? ഞാൻ ചെരുപ്പ് കയ്യിൽ അണിഞ്ഞാണ് ചെയ്യണത്. കാരണം നമ്മൾ യാത്ര അവസാനിക്കുമ്പോൾ ചെരുപ്പ് ഊരി വെക്കുകയല്ലേ ചെയ്യണത്, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും യാത്ര അവസാനിക്കുമ്പോൾ ചെരുപ്പ് ഊരി വെക്കും. യാത്ര തുടങ്ങുമ്പോഴും നമ്മൾ ചെരുപ്പ് അണിയും. അപ്പോൾ ഒരു യാത്രയുടെ ഒരു ഇതാണ്. പിന്നെന്താണ്, വടി കയ്യിലെടുക്കണം. പിന്നെന്താണ്, തിടുക്കത്തിൽ കഴിക്കണം. സ്പീഡാണ്. നിങ്ങൾ ഈ തിടുക്കം, ഇതിൻ്റെ ഉടമ്പടിയിലെ തിടുക്കമില്ലെങ്കിൽ ഉടമ്പടിക്ക് തിടുക്കം ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം സ്പീഡായിട്ട് ചെയ്യേണ്ടതാണ്. കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ. ഇപ്പോൾ ഷാംലിൻ പെട്ടെന്ന് വൈഫിനോട് ഇവിടെ വന്ന് എനിക്ക് ജോലി കിട്ടിയത് ഉടമ്പടി എടുത്തിട്ടാണെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഷാമിനും വൈഫിനെ കൂടി ഇവിടെ വരും, എന്നിട്ട് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് പിന്നെ ഈ മനുഷ്യൻ അതെല്ലാം ചെയ്യണത് പക്കാ സ്പീഡിലാണ്. പുള്ളിക്കാരൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കറക്റ്റ് 5:30 അതിൻ്റെ ചുറ്റുവട്ടങ്ങളെല്ലാം ക്ലിയർ ചെയ്ത്, നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 5:30 എഴുന്നേറ്റ് ഇങ്ങനെ വർക്കപ്പിച്ചിനാണ് പല ആൾക്കാരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. 6 മണി വരെ അച്ഛൻ സമയം തന്നിട്ടുണ്ട്, ചട്ടക്രമം 6 മണി വരെ ഉണ്ട്. അപ്പോൾ 5:30 എഴുന്നേറ്റ് ഫ്രഷായി പതുക്കെ വന്ന് 6 മണിക്കുള്ളിൽ അത് ചെയ്ത് തീർക്കേണ്ടത്. അത് കറക്റ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് തന്നെ അത് മാറ്റും. നിങ്ങൾ ആദ്യത്തെ 2-3 ദിവസമൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ തോന്നുമ്പോൾ എഴുന്നേക്കും, തോന്നുമ്പോൾ കിടക്കും. ഈ തോന്നുമ്പോൾ കിടക്കുന്നപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് പകുതിയോളം പോയെന്ന് പറയാം. കാര്യം മനുഷ്യനാണെങ്കിൽ കിടക്കുന്നതിനൊക്കെ സമയമുണ്ട്, അല്ല വേറെ വല്ല ജീവിയാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 10 മണിക്ക് മുമ്പ് തന്നെ ജീവിതത്തോട് ഉത്തരവാദിത്തമുള്ളവർ 10 മണിക്ക് തന്നെ കിടന്നിരിക്കണം. ഒരു ഉത്തരവാദിത്വം ഇവർ തിരക്കാനും ചോദിക്കാനും പറയാനും ആരുമില്ല. അമ്പലക്കാള പോലെ ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുക വളർത്തണ പാർട്ടിയാണെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ കിടന്നാൽ മതി. പക്ഷേ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമയമാണ് രാവിലെ ഉള്ളത്. അത് കൃത്യമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കിടക്കണം. അപ്പം അതുകൊണ്ട് ആ സമയത്ത് എഴുന്നേറ്റ് കറക്റ്റ് 5:30 എഴുന്നേറ്റ് ഫ്രഷായി പതുക്കെ വന്ന്, ഇപ്പോൾ എന്താ ഈ നോൺ ക്രിസ്ത്യൻസ് ലീഡ് ചെയ്യാൻ കാരണം എന്താ? ചട്ടം സംഭവം കൃത്യം. അത് കാത്തലിക്സിനേക്കാൾ ഉടമ്പടി ചട്ടമായിട്ട് ചെയ്യണത് നോൺ ക്രിസ്ത്യൻസാണ്. സംശയമില്ല. സാക്ഷ്യത്തിൻ്റെ ഇടിവെട്ട് സാക്ഷ്യം പിന്നെ അവരിൽ നിന്നല്ലേ. അതിൻ്റെ കാരണം ഇതാണ്. ചെയ്യണ കാര്യങ്ങൾ വെട്ടിപ്പും മേനയുമായിട്ട് അങ്ങോട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്യും. ഇത് ചെയ്താൽ മതിയല്ല എന്നല്ല. ഇപ്പം തന്നെ ഈ ഷാമിലിന് എന്താ സംഭവിക്കണത്? അവനത് വൈഫ് ഇവിടെ വന്ന് മാതാവിനോട് സോറി പറയും. ആദ്യം എൻ്റെ വൈഫിനെ ഞാൻ പുതുക്കാൻ വിടാഞ്ഞ് സോറി പറയും. എനിക്കറിയത്തില്ല അമ്മ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ജോലി തന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിന്. അമ്മ തന്ന ജോലി കൊണ്ടാണ് ഭക്ഷണം കഴിച്ചു പോണത്. പക്ഷെ നന്ദി പറയാൻ പോലും എനിക്ക് വരാത്തില്ല, ഞാൻ അവളെ വിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആദ്യമേ സോറി പറയണമെന്ന് പറയും. ആ സോറി അങ്ങ് അമ്മ ഏറ്റെടുക്കും. അതാണ് രസം. അത് ആത്മാർത്ഥമായിട്ട് അമ്മ സ്വീകരിക്കും ആ സങ്കടം.
എന്നിട്ട് ഇവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇവൻ പറയും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്നെ പിടിച്ച് ആരോ കുടഞ്ഞ പോലെ എനിക്ക് തോന്നിയെന്ന്. അഭിഷേകം വന്നു രാവിലെ. അതാണ് വിഷയം. നമ്മൾ ആ സത്യസന്ധമായിട്ടാണ് വിഷയം ചെയ്യണമെന്നുണ്ടെങ്കിൽ അഭിഷേകം എല്ലാ മേഖലയും വരും. പിന്നെ എന്നിട്ട് ഈ ഷാമിലിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം കേട്ടോ. നല്ല ഈ മാസത്തെ ഏറ്റവും നല്ല സാക്ഷ്യം ഈ ആഴ്ചയിൽ. എന്നിട്ട് ഇവരിങ്ങനെ ഈ സ്വപ്പ് പതയണ പോലെ എപ്പോഴും ദൈവസ്നേഹം ഇങ്ങനെ പതഞ്ഞുകൊണ്ടേയിരിക്കും. ഉടമ്പടി കറക്റ്റാണെങ്കിലേ, ഉടമ്പടി കറക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കാം, ഒക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റാകത്തില്ല. മറിച്ച് ഉടമ്പടി കറക്റ്റായിട്ട് ഇത് ചെയ്തിരിക്കും, ദൈവത്തിന് വേണ്ടി ജീവിക്കും, ദൈവത്തിനെ മഹത്വപ്പെടുത്തും, ദൈവത്തിന് വേണ്ടി ഞാൻ സാക്ഷിയാകും എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് എന്നോട് തന്നെ ഞാനൊരു ഉടമ്പടി ചെയ്യും, ഒരു സ്വകാര്യ ഉടമ്പടി. അങ്ങനെ ചെയ്ത് ആണ് ഇവൻ രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ഇറക്കുമ്പോൾ തന്നെ ശരീരം ആസനം കൊടയണ പോലെ ഒരു വല്ലാത്ത ഒരു അനുഭൂതിയിലേക്ക് വരും. അഭിഷേകമാണത്. അത് ഇവർക്ക് ഇപ്പം മാത്രമല്ല, പിന്നെ ഇവർക്ക് അഭിഷേകം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കാര്യം നമ്മളെ ദൈവാനുഭവത്തെ ക്രിസ്ത്യാനിറ്റിയിൽ അഭിഷേകം എന്താ പറയണത്. അപ്പം നമ്മൾ തലയിൽ കൊണ്ടുവന്ന് രാജാക്കന്മാർക്കും പട്ടമഹർഷിമാർക്കും തൈലം തേക്കണ അഭിഷേകമല്ല ഇത്. പരിശുദ്ധാത്മാ നിറവിന് അഭിഷേകം എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യും, കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഫീൽ ചെയ്യണ സമയത്ത് ഈ ദൈവസ്നേഹം ഇങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് കയറുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഈ ഷാവിലിൻ്റെ മനസ്സിലെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ത്വരയാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ 4 സൈഡിലുള്ള റോഡുകളിലൊക്കെ ഇവൻ കൊണ്ടടന്ന് ഈ കൃപാസനം പത്രം പ്രേക്ഷിതനായിട്ട് വിതരണം ചെയ്യും. അപ്പം ചിലരൊക്കെ വലിച്ചു കീറി ദൂരെ കളയാൻ പത്രം പിടിച്ച് മേടിച്ചിട്ട് വലിച്ചു കീറി കളയും. അപ്പം പറയുമ്പോൾ അമ്മ മാതാവേ അവരോട് ക്ഷമിച്ചേക്കണമെന്ന് പറയും. ദൈവസ്നേഹമുള്ളവർക്ക് അങ്ങനെയാണല്ലോ. ദൈവസ്നേഹമുള്ളവർക്ക് ഉണ്ടിൻ്റെ ഉള്ളിൽ ശാപമല്ല വരുന്നത്. കർത്താവ് ഇപ്പോൾ 14 അധ്യായമില്ല റോമ എന്താ പറയണത്? റോമ 14 പറയും, നിങ്ങളെ ദോഹിക്കുന്നവരെ ആശീർവദിക്കുവിൻ, ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. റോമ 12:14. യേശുവേ നന്ദി. ഹല്ലേലൂയ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ഏറ്റു പറഞ്ഞ് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അപ്പോൾ അനുഗ്രഹിക്കുക അല്ലാതെ ശപിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അനുഗ്രഹിക്കും, എന്നാലും നീ എനിക്കിട്ട് പാര വെച്ചല്ല. ഞങ്ങളുടെ ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടാവും, ഞങ്ങളുടെ പുളിച്ചയും പൂക്കും മനസ്സിൽ വിചാരിക്കല്ലേ. മനുഷ്യന്മാരുടെ സ്വഭാവം അതാണല്ല. നമുക്കിവിടെ പണി തന്നവരും പാര വെച്ചവരുമൊക്കെ നമ്മളിപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്തുകൊണ്ടിങ്ങനെ വായു വെള്ളവും കൊണ്ട് അടക്കണം. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതൊക്കെ പറഞ്ഞ് അടക്കണം. പക്ഷേ എന്നാലും മനസ്സിൽ ഓർക്കും, എന്താണ് നീ എനിക്കിട്ട് പണിതല്ലേ, എപ്പോഴെങ്കിലും ഒരു ദിവസം ഉണ്ടാവും, ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കും. ആ ബൈബിൾ അതവിടെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലേ, അനുഗ്രഹിക്കുക അല്ലാതെ മറിയ മനസ്സിലൊന്നും വിചാരിക്കരുത്. അതാ വിഷയം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടിക്കാലത്ത് വിശുദ്ധിയോടെ ജീവിക്കാൻ, ദൈവസ്നേഹത്തോടെ ജീവിക്കാൻ, ക്ഷമിച്ചോണ്ട് ജീവിക്കാൻ, ശത്രുക്കളെ ആശീർവദിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ശത്രുക്കളോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുവാൻ ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ.
മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. യേശുവേ യേശുവേ നീ മാത്രമെൻ സഹായം. അപ്പോൾ കയ്യിലിരുന്ന പത്രം മേടിച്ച് ആൾക്കാർ വൈരാഗികൾ കീറിക്കളയുകയാണ്. കീറിക്കളയുമ്പോഴും ഈ ഷാമിൽ എന്താ പ്രാർത്ഥിക്കണത്? കർത്താവേ അവരോട് ക്ഷമിക്കണമേ. അല്ലാതെ നീരസമില്ല, സങ്കടമില്ല, ഒന്നുമില്ല. പക്ഷെ തൻ്റെ ജോലി ചെയ്യുന്നതിൽ ആ മനുഷ്യൻ പിന്നോട്ട് മാറുന്നില്ല. ദൈവസ്നേഹമാണെന്താ? ഈ ദൈവസ്നേഹത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം എന്നിട്ട് ഈ മനുഷ്യൻ പറയണേ, ഞാൻ പിന്നെയൊക്കെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പുറത്തിറങ്ങുമ്പോഴൊക്കെ കാണുന്നവരെല്ലാം പാവത്തങ്ങളാണെങ്കിൽ ചോദിക്കും, എനിക്കുള്ള കാശെല്ലാം അവർക്ക് കൊടുക്കും. ഉടമ്പടി അഭിഷേകമായിട്ട് അത് പ്രയോഗത്തിൽ വന്നിട്ട് ദൈവം ഇങ്ങനെ കൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് ഈ മനുഷ്യൻ മാറുകയാണ്. അങ്ങനെ മാറി കർത്താവിൻ്റെ ജോലി അത് എല്ലാവർക്കും, അതായത് ഭക്ഷണം മേടിച്ച് കൊടുക്കും, പൈസ പൈസ കൊടുക്കേണ്ടവർക്ക് പൈസ കൊടുക്കും, ആശുപത്രിയിൽ പോയി രോഗികളെ കാണും. ഇതെല്ലാം ത്രില്ലടിച്ച് ചെയ്യുകയാണ്. ഈ വടി കയ്യിൽ പിടിച്ച് ചെരുപ്പ് ധരിച്ച് സ്പീഡിൽ ചെയ്യുകയാണ്. ഉടമ്പടിയുടെ സ്പീഡുണ്ട്. അല്ല വല്ല കാലത്തും കൂടി ഒപ്പിച്ച് ചെയ്താൽ മതിയല്ല. ഇന്ന് ജൂലൈ മാസമല്ലേ, ഇത് അവസാനം വരെ, ഈ മാസം അവസാനം വരെ ഉണ്ടല്ല എന്നൊക്കെ വിചാരിച്ച് ചെയ്യണേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫലവും അതുപോലെ തന്നെയായിരിക്കും. ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ സ്പീഡാണ്. ദൈവസ്നേഹമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെ ഫയറായി പോവും. തീക്ക് വല്ല ബുദ്ധിയും ബോധവും ഉണ്ട്, കത്തി അങ്ങോട്ട് കയറും. അതായത് ദൈവസ്നേഹത്താൽ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉടമ്പടിയിലെ സ്നേഹപ്രവർത്തികളെ സ്പീഡായി ചെയ്യാൻ, അതിവേഗം ചെയ്യാൻ, സന്തോഷത്തോടെ ചെയ്യാൻ ദൈവസ്നേഹത്താൽ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകളെ, ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകളെ, ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണേ. ദൈവസ്തുതി പാടിടാൻ ദൈവസ്നേഹം നൽകണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതിന് ഉടമ്പടിക്ക് നമ്മളിപ്പോൾ സംസാരിച്ചെടുക്കുന്ന വിഷയം എന്താണ്? ഉടമ്പടിക്ക് നിലം ഒരുക്കുക, അല്ലേ? ചെടി വെക്കാൻ നേരത്ത് നമ്മൾ നിലം ഒരുക്കി മണ്ണ് ഇളക്കി
വളമിട്ട് കളകൾ പറിച്ചൊക്കെ കളഞ്ഞ പോലെ ഉടമ്പടിയിൽ ആദ്യമേ തന്നെ ഇതുപോലെ നമുക്ക് ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെയൊക്കെ പറിച്ച് മാറ്റി ക്ലിയർ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യണം. ഇംഗ്ലീഷ് ബൈബിളെ ഹി ഹാസ് ക്ലിയർ ദ ഗ്രൗണ്ട് ബിഫോർ എന്ന് കിടപ്പുണ്ട്. അതായത് സങ്കീർത്തനം 8:88, സങ്കീർത്തനം 8:8. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന 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 ആരാധന. 80-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. ഇത് രണ്ട് കാര്യമാണ്. ഒന്ന് പറഞ്ഞ് ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി അത് വേരൂന്നി വളർന്നു, ദേശം മുഴുവനും പടർന്നു. അപ്പൊ ഇത് അതായത് ഈജിപ്തിൽ നിന്ന് ഈ ഇസ്രയേലിനെ കൊണ്ടുവന്ന കാര്യമാണ് പറയണത്. പക്ഷെ അതിനെ ഒരു മുന്തിരിച്ചെടിയായിട്ട് ഉപമിച്ചിട്ട് പറയണത് എന്താണ്? ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു കുഞ്ഞിച്ചെടിയെ കൊണ്ടുവന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു. എന്ത് ചെയ്ത്? അത് അവിടുന്ന് സങ്കീർത്തനം 80:8 വായിച്ചോളൂ. ജനതകളെ പുറത്താക്കി, അതായത് ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ പുറത്താക്കി. അത് നിസ്സാര കാര്യമല്ല. അതിന് നിങ്ങളെ പല ആൾക്കാരും ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ മനസ്സിൽ നിന്ന് പുറത്താക്കാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സീരിയസ് വിഷയമാണ്. അത് കർത്താവ് പറഞ്ഞ പോലെ ഭാര്യയാകും, മക്കളാകും. ഇപ്പം സാറാ തന്നെ ചിരിച്ചില്ലേ? ചിരിച്ചതിൻ്റെ പേരിൽ എന്നാ പറ്റിയത്? ആ ഉടമ്പടി ലാഗ് ചെയ്തു, 25 കൊല്ലം ലാഗ് ചെയ്തു. വരുമ്പോൾ അത് വിശ്വസിച്ചില്ലല്ല. ചിരിച്ചതിന് കാരണം അവർ പറയുന്നുണ്ട്, ഞാൻ പ്രായമാണ്, ഹസ്ബൻഡും പ്രായമാണെന്ന് പറയുന്നുണ്ട്. ബുദ്ധിപരമാണ്, മെരിറ്റില്ലെന്നാണ് പറയണത് അല്ലേ? നമ്മുടെ ഉടമ്പടി ഭാഷ പറഞ്ഞ സാറാ ചിരിക്കാൻ കാര്യം എന്താ? മെരിറ്റില്ലെന്നാണ് അതവർ പറയുന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം. ആരാധന ആരാധന യേശുവേ ആരാധന. ഉൽപ്പത്തി 18:12. ഉൽപ്പത്തി 18:12. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കേ, ഇതാ ഒന്ന് പറഞ്ഞ. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പ്രായമേറെയായി. അവർ ചിരിക്കാൻ കാരണം എന്താണ്? എനിക്ക് പ്രായം ഏറെയായി. അവർ മെരിറ്റ് ഇല്ലെന്ന് അവർ പറയണത്. ബൈബിളിന് എപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ എപ്പോഴും മെരിറ്റോ ഡീമെരിറ്റോ നോക്കത്തുള്ളൂ. സാറ എന്താ ചിരിക്കാൻ കാരണം? എനിക്ക് മെരിറ്റ് ഇല്ല. എന്താ കാരണം? പ്രായം ഏറെയായി. അടുത്ത വിഷയം എന്താ? ഭർത്താവും വൃദ്ധനായി. ഭർത്താവിനും മെരിറ്റ് ഇല്ല. അയാൾ പ്രായമായി വലിയ അപ്പാപ്പനായി. ഭർത്താവ് അപ്പാപ്പനായി, അതേസമയം തന്നെ ഇവരും പ്രായം കവിഞ്ഞ്, മെരിറ്റില്ല. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ പലപ്പോഴും വരണത് നമുക്ക് ആൾക്കാർ ചിരിക്കാൻ കാരണം എന്താ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഉടനെ പറയുമോ ഇപ്പം തന്നെ ഇങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ചുമന്നുകൊണ്ട് പോരുമെന്ന് പറഞ്ഞ് ചിരിക്കും അവർ. അതെന്ന് വെച്ചാൽ നമുക്ക് മെരിറ്റില്ല എന്നുള്ളതാണ്. മെരിറ്റില്ലാത്ത സ്ഥലത്ത് പിന്നെ എന്ത് വർക്കൗട്ട് ചെയ്യാനാണ്? ഈ ഷാംലിൻ സാക്ഷ്യം പറഞ്ഞത് എന്താ? ഒരു കുഞ്ഞ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 9 കൊല്ലമായി. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കല്യാണം കഴിച്ചിട്ട് ഈ 9 കൊല്ലവും ഞങ്ങൾ ഞാൻ വേലയെടുത്ത കാശും എൻ്റെ വൈഫ് വേലയെടുത്ത കാശും ആശുപത്രികൾ കൊണ്ടേ കൊടുക്കുകയാണ്. എന്തിനാണ്? ട്രീറ്റ്മെൻറ്റിന് വേണ്ടി. അത് അവർ കുഞ്ഞുണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഓരോ തരം ആശുപത്രി ചെല്ലുമ്പോൾ ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റിക്കാർ പറയുന്ന അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ 5 കാലണയില്ലേ ഇപ്പം. കാര്യം 9 കൊല്ലത്തെ ജോലി കാശെല്ലാം ഈ മക്കളുണ്ടാകാൻ വേണ്ടി ട്രീറ്റ് ചെയ്ത് തീർന്നു. അപ്പം അങ്ങനെ തീരുകയാണ്. അതുപോലൊരു അവസ്ഥയാണ് ഈ എബ്രഹാത്തിൻ്റെ അവസ്ഥയും. സാറ ചിരിക്കാൻ കാരണമെന്നാണ്. അവിടെ മെരിറ്റ് തീർന്നു. പണവും ഒരു മെരിറ്റാണ്, അത് തീർന്നു. ചികിത്സിക്കാനുള്ള കാശ് തീർന്നു. പിന്നെ എന്താ അവർക്ക് തീർന്നത്? അവർക്ക് ഇനി കുട്ടികൾ ഉണ്ടാവത്തില്ല എന്നുള്ള ജനിതകമായിട്ട് തന്നെ ഡോക്ടർ സർട്ടിഫൈഡ് ആയിട്ട് കുട്ടികളില്ല, ഉണ്ടാവത്തില്ലെന്നായി. അപ്പം തീർന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ തന്നെ പറഞ്ഞിരിക്കുന്ന മക്കളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കുമ്പോൾ എങ്ങനെ മക്കളുണ്ടാകും? അപ്പോൾ സ്വാഭാവികം കേൾക്കുന്നവർ ചിരിക്കും അല്ലേ? അപ്പം സാറായുടെ ചിരി ഇപ്പോഴും ഉള്ളതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവന് ദൈവസ്നേഹം ഇങ്ങനെ നിറഞ്ഞില്ലേ? ദൈവസ്നേഹം നിറഞ്ഞിട്ട് ഉടമ്പടിയുടെ ചട്ടങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണ്. അല്പം പോലും തെറ്റാതെ രോഗികളെ പോയി കാണുന്നു, അനാഥരെ പോയി കാണുന്നു. അതുപോലെ തന്നെ തെരുവിൽ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നു, ഭക്ഷണം കഴിച്ചോ, പൈസ ഉണ്ടോ ചോദിക്കുന്നു, അവർക്കുള്ളത് പങ്കുവെക്കുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ പറ്റുമെന്നറിയാമോ? 1 മാസത്തിനുള്ളിൽ വൈഫ് പ്രഗ്നൻ്റ് ആകുകയാണ് പെട്ടെന്ന്. അതായത് 9 കൊല്ലം ട്രീറ്റ് ചെയ്തിട്ട് നടക്കാഞ്ഞ കാര്യം ഉടമ്പടിയുടെ 1 മാസം കൊണ്ട് വൈഫ് പ്രഗ്നൻ്റ് ആവും. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്നാണ് അവർ സാക്ഷ്യം പറയണത്. നമ്മുടെ മുമ്പിലുള്ള സാക്ഷ്യം അതാണ്. ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടിയുടെ ഒരു നിലവാരം ഇതാണ്. പക്ഷെ നിങ്ങൾ പലപ്പോഴും ഉടമ്പടി പക്ക ഉഴപ്പിയാണ് ചെയ്യണത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ചട്ടം പാലിക്കുന്നില്ല. ഉടമ്പടി എടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു പ്രത്യക്ഷനൊക്കെ പ്രാർത്ഥനയൊക്കെ ചെല്ലും, വേറെ ഒന്നും ചെയ്യത്തില്ല. വേറെ ഒന്നും ചെയ്യാത്ത വല്ല പ്രശ്നം. ഈ ഷാമ്യം പറയുന്ന വിഷയം, എനിക്ക് ഓരോ ദിവസവും ദൈവസ്നേഹം എൻ്റെ നിറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവസ്നേഹത്തോടു കൂടിയാണ് ഞാനതൊക്കെ ചെയ്യണത്. ദൈവസ്നേഹത്തോടെയാണ് ഞാനതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയണ കാരണം നിങ്ങളിതൊക്കെ ചെയ്യുമായിരിക്കും. ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ടത് എപ്പോഴും ദൈവസ്നേഹത്തോടെ ചെയ്യണം. ദൈവസ്നേഹം ഒരു ഉമിനീര് പോലെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഉമിനീരില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. ഇത് am I do it with firm love? ഒരു നല്ല ദൈവസ്നേഹത്തോടെയാണോ ഞാനിത് ചെയ്യണത്? ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, ഉടമ്പടി പാലിക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ ദൈവസ്നേഹം നിറയണമെന്നെങ്കിൽ അധർമ്മത്തിൽ നിന്ന് നമ്മളിങ്ങനെ മാറേണ്ടി വരും. അധർമ്മ ജീവിതമില്ലേ? അധർമ്മം എന്ന് വെച്ചാൽ നീതികേട് കാണിക്കുന്ന ജീവിതമില്ലേ? നീതികേടെന്ന് വെച്ചാൽ നിയമം പാലിക്കാതിരിക്കുന്നതാണ് അനീതി എന്ന് പറയണത്. അവകാശങ്ങൾ നിഷേധിക്കുക. അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് പലപ്പോഴും അനീതിയായിട്ട് വരും. അപ്പോഴേ അവകാശ നിഷേധനം കൂടുമ്പോൾ അധർമ്മമായിട്ട് വരും. അധർമ്മം വർദ്ധിച്ചാൽ ദൈവസ്നേഹം തണുത്തു പോകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അധർമ്മം വർദ്ധിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 24:12 മത്തായി ഏറ്റു പറഞ്ഞ മത്തായി 24:12 അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഇതാണ് പ്രശ്നം. ദൈവസ്നേഹം നിങ്ങൾക്ക് തണുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഒരു ചൂടാർന്ന ദൈവസ്നേഹം ഇല്ലെങ്കിൽ അധർമ്മത്തോട് നിങ്ങൾ കൂട്ടി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവകാശത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റം അധർമ്മമായിട്ട് വരും. ഇപ്പോൾ നിയമം, അതുപോലെ തന്നെ നിയമം പാലിക്കുമ്പോൾ, ഇപ്പോൾ ഒരു നിയമം നമ്മൾ പാലിക്കണം എന്താണ്? അർഹതപ്പെട്ടത് കൊടുക്കാനും വാങ്ങിക്കാനും ഉള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ദൈവം അംഗീകരിച്ച ഡിവൈൻ ലോ തന്നെയാണത്. അപ്പോൾ അത് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുക. ഇപ്പം ഞാൻ ഉദാഹരണത്തിന്, ഇപ്പം നിങ്ങൾക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 2 മക്കളുണ്ട്, 2 പെൺമക്കളും 2 ആൺമക്കളുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോൾ 2 പെൺമക്കളും 2 ആൺമക്കളുണ്ട്. പെൺമക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു, അവരെ പഠിപ്പിച്ചു, നല്ലവണ്ണം പഠിപ്പിച്ചു, കെട്ടിച്ചു വിട്ടു. ഇപ്പോൾ അനിയൻ ചെറുക്കനും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അവന് ഇപ്പോൾ പഠിച്ച് ജോലിയൊക്കെ ആയി. ഇപ്പോൾ പഠിപ്പും ജോലിയും ഇല്ലാതെ ഈ കെട്ടിച്ചു വിട്ടത് ആരാണ്? അപ്പം മരിച്ചതിന് ശേഷം മൂത്ത മകനാണ് കെട്ടിച്ചു വിട്ടിരിക്കണത്. മൂത്ത മകൻ വീട്ടിൽ നിന്നുകൊണ്ട് അധ്വാനിച്ച് രാത്രിയും പകലും പീഡിയക്കടയോ കച്ചവടമോ പശുവിനെ വളർത്തിയോ ക്ലാവിനെ വളർത്തിയോ കന്നുപൂട്ടിയോ ഒക്കെ അവൻ ഇങ്ങനെ രാത്രിയും പകലും ജോലി ചെയ്ത് ഈ അനുജന ജോലിക്കാരനുമാക്കി പെങ്ങന്മാരെ കെട്ടിച്ചും വിട്ട്.
പക്ഷെ അവൻ ഈ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല. അതാണ് പ്രശ്നം. അവൻ കണക്കെഴുതി വെച്ചിട്ടില്ല. സ്വന്തം അമ്മയ്ക്കും സഹോദരനൊക്കെ ചെയ്യണതിന് എന്ത് കണക്ക് എന്താണ് അവൻ ചിന്തിച്ചത്. പക്ഷേ ഇപ്പോഴെന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ചാൽ അനിയത്തി കെട്ടി വന്നില്ലേ വീട്ടിൽ. അനിയൻ്റെ ഭാര്യ കെട്ടി വന്നപ്പോൾ അവൾക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. അവൾ ഉദ്യോഗസ്ഥയാണ്. അവൾ തന്നെ പറയണത് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂടെ താമസിച്ചാൽ മതി എന്നാണ്. അവളൊന്ന് പ്രസവിക്കാൻ പോയാൽ പിന്നെ അവളെ കാണത്തില്ല. മഷിയുടെ ഒക്കെ പിന്നെ കാണത്തില്ല. വേറെ കുഴപ്പമൊന്നും ചെയ്തില്ല, ഒന്ന് പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ ഇയാളെ കാണത്തില്ല. അവളെ കൊച്ചിനെ അടിച്ച് മാറ്റിയിരിക്കുക. എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മായിയമ്മക്കും ചേട്ടനും ഒക്കെ എതിരെ അവൾ അവിടെ നിന്ന് പറയണത്. ചേട്ടൻ എന്നെ തോണ്ടി, ആര് തോണ്ടാൻ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അധർമ്മം എന്നെ വരെ വേണ്ടില്ലേ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ആ കൊച്ചിനെ അടിച്ച് മാറ്റിയിരിക്കണം. അവൾ പ്രസവിച്ച നാട്ടുകാരുടെ മുമ്പിൽ അവളുടെ തള്ളയും അതുപോലെ ഒരു പ്രാന്തിയാണ്. അവളെ ഉദ്ദേശിക്കണത് ഇത്രയേ ഉള്ളൂ, മകളെ കെട്ടിച്ചാന്ന് ചോദിക്കുമ്പോൾ കെട്ടിച്ചു. കൊച്ചുണ്ടായി തീർന്നു. എതിരെ കൊച്ചെന്തേ കെട്ടിയാലെന്ത്? എല്ലാം ഈ തള്ളയുടെ കൂടെ നിൽപ്പുണ്ട്. തല വിട്ട് കൊടുക്കത്തില്ല. തല കൊച്ചു നോക്കും. ഇവൾക്കും അത് തന്നെ സുഖമല്ലേ? പ്രധാന വീട്ടിൽ പോയാൽ ജോലി ചെയ്യേണ്ടിയൊക്കെ വരത്തില്ലേ? അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരികയല്ലേ? ഇവിടെയാണെങ്കിൽ അമ്മയുടെ കൂടെ നിന്ന ഒരു പ്രശ്നവുമില്ല. അവൾക്ക് ശമ്പളമുണ്ട്, കുഞ്ഞെ വളർത്താനുണ്ട്. ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത്? ഇപ്പം കേസും കൊടുത്തിരിക്കുകയാണ് ഭർത്താവിനെതിരെ. പോയി താമസിക്കണേ ഇല്ല, ഒരുമിച്ച് താമസിക്കണേ ഇല്ല. അവനെതിരെ അവകാശത്തിൽ കൊച്ചിന് വേണ്ടി അവൾക്കും ചെലവിന് വേണ്ടി. ഇത് അധർമ്മമാണ്. നിങ്ങൾ ഓർക്കരുത്, ഇത് ചിലപ്പോൾ ഈ വിജാതിയരുടെ കോടതിയിൽ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ജയിച്ചെന്ന് വരും. പക്ഷേ നിങ്ങൾ തോക്കണ ഒരു അടിപൊളി സ്ഥലം വരുന്നുണ്ട്. കാത്തിരുന്നാൽ മതി. കൃത്യമായിട്ട് പണി പാർസൽ വരും. അവറാച്ച സൂക്ഷിക്കണം. അതായത് ഇത് അധർമ്മമല്ലേ? ഇത് നിങ്ങൾക്കറിയാം. നിങ്ങൾ തരികിട കാണിച്ച് നിൽക്കുകയാണെന്നറിയാം. നിങ്ങൾക്ക് പിന്നെ അവരിങ്ങോട്ട് വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവന് എന്നാ സംഭവിച്ചു? അവൻ്റെ ജീവിതം പോയി, അവൻ്റെ ശമ്പളം പോയി, അവൻ്റെ സമാധാനം പോയി, അവൻ്റെ കുടുംബം പോയി. നിന്നെ ഈ ഒരു പണ്ടാരത്തിനെ കെട്ടിയിട്ടിരിക്കുന്ന കാരണം ഇതിന് വേറെ പെണ്ണവന് കിട്ടുമോ? അതുമില്ല. ജീവിതം ഈ പാവത്തിനെ ചതിക്കുന്ന അമ്മയും മക്കളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. നിഷ്കളങ്കരമായ ചെറുപ്പക്കാരെ ചതിക്കുന്ന വളരെ ഈ ബഫലോ ടൈപ്പായിട്ടുള്ള അമ്മമാരുടെയും പെമ്മക്കളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ്. ഇത് അധർമ്മമാണ്. നിങ്ങൾ ഓർക്ക് ജയിച്ചെന്ന് വിചാരിക്കും. നിങ്ങൾ ജയിക്കത്തില്ല. ഒന്നുറങ്ങിയത് കൊണ്ട് നേരം വിളിക്കത്തില്ല. ഇനിയും ഉറങ്ങാൻ വരണതേ ഉള്ളൂ. അധർമ്മം വർദ്ധിച്ചാൽ നിങ്ങളിൽ എന്ത് പറ്റും? ബൈബിൾ എന്താ പറയണത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. അതാണ് പ്രശ്നം. ഒന്ന് പറഞ്ഞേ. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. അതാ വിഷയം. ഇപ്പം അമ്മ ഈ വയസ്സാം കാലത്ത് മകളെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അവരെ താങ്ങാനും അവിടെ കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കുടുംബം നശിപ്പിച്ചുകൊണ്ട്. ഞാനൊരു കാര്യം പറയും. ഞാൻ ഇന്ന് കേരളത്തിൽ എൻ്റെ ഒരു കണക്ക്, എൻ്റെ ധാരണയാണ്, ഞാൻ 87-6 തുടങ്ങിയാണ് കൗൺസിലിങ്. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു 21 lakhs ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കുടുംബം തകർന്നതിൻ്റെ നല്ല ഒരു 60% കാര്യം പെണ്ണിൻ്റെ അമ്മമാരാണ്. ഞാനും പറയണത് വെറുതെ പറയണതല്ല. ഞാൻ എൻ്റെ കൈ കൂടിയാണല്ലോ ഈ സാധനം ഈ 37 കൊല്ലം പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. ഭയങ്കര കത്തോലിക്കരാണ്, ക്രിസ്ത്യാനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊന്നുമില്ല. ഇവൾ തനി കൈയും കാലും വെച്ച് സാരി ഉടുത്ത വലിച്ചാഴിയാണ് ഈ സാധനം. ഇവൾ നശിപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങളും കുടുംബങ്ങളുടെ കണ്ണുനീരിനെ അത് കുടത്തിൽ കോരിയാലും തീരത്തില്ല. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വം ആരുടെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ അനുതാപപ്പെടണം. കാര്യം എന്താ വെച്ചാൽ ദൈവം അത് ഉടമ്പടിയിലല്ലെന്ന് പറയുന്ന കാര്യം ചതി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവത്തിന് വശം പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ ഒരുത്തിയെ ഞാൻ ഇവിടുന്ന് ഓടിച്ചിട്ട് കളഞ്ഞു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്താ പ്രശ്നം വെച്ചാൽ നിലയം പിടിച്ച് നിൽക്കുകയാണ് അമ്മയും മകളും കൂടി നിലയം പിടിച്ച് നിൽക്കണം. കർണാടകക്കാരത്തിയാണ്, രണ്ടും ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇവർക്ക് ചീട്ട് കിട്ടിയില്ല. ഇപ്പോൾ ഇവിടെ നിന്ന എൻ്റെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുന്ന സഹോദരൻ എൻ്റെ മുമ്പിൽ കരഞ്ഞപ്പോൾ അയാളെ വിശ്വസിച്ച് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അച്ഛാ ഇവർ കർണാടകത്തിൽ നിന്ന് വന്നതാണ്, രാവിലെ വന്നതാണ്, ഇവളുടെ ഭർത്താവ് ഇവളെ ഉപേക്ഷിച്ച് ഭയങ്കര കേസൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ആയാലും ചെറുപ്പകാലത്തല്ലേ വേദനിക്കണമെല്ലാം വിചാരിച്ചതിന് വിളിച്ച് ഞാൻ ഇവളുടെ ഭർത്താവിൻ്റെ ഫോട്ടോ എനിക്ക് തന്നു, കല്യാണ ഫോട്ടോ. ഞാൻ അതും കൊണ്ട്, അപ്പം ഞാനാണ് തളർന്ന് നിൽക്കുന്നത്. രാവിലെ നിൽക്കുന്ന ഉച്ച കഴിഞ്ഞ് വന്ന് നിന്നിട്ട് ആ നിൽക്കുകയല്ലേ ഇവിടെ.
അപ്പോൾ കാലൊക്കെ നീരിറക്കി ഒരു പരുവമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഇവരുടെ കല്യാണ ഫോട്ടോയും കൊണ്ട് ഞാൻ അമ്മയടുത്ത് വന്നപ്പോൾ ഈ സൗത്ത് പോളും നോർത്ത് പോളും 2 പോള്, അതായത് ഈ കാന്തം ഒരേ പോളുള്ള കാന്തം വികർഷിക്കണ പോലെ എന്നെ അടിച്ചു മാറുന്ന പോലെ സാധനം തള്ളി മാറ്റി. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. കാര്യം അവിടെ കാണിക്കാൻ പറ്റണില്ല. ഞാൻ തിരിച്ചു വന്ന മകളോട് ചോദിച്ചു, എടി നിൻ്റെ കയ്യിലാണല്ലോ മിസ്റ്റേക്കാണല്ലോ അമ്മ പറയണമെന്ന് ചോദിച്ചു. നിൻ്റെ കയ്യിലാണല്ലോ മിസ്റ്റേക്ക് എന്നാണല്ലോ അമ്മ പറയണത്. അപ്പോൾ ഉടനെ ഇവർ രണ്ടും പമ്മി. എന്താ പമ്മിയൻ്റെ കാരണം എന്താ? അപ്പോൾ ഞാൻ ഉടനെ കൊച്ചിൻ്റെ അമ്മയോട് ചോദിച്ചു, ഇവളുടെ കയ്യിലാണ് മിസ്റ്റേക്കാണെന്നല്ല അമ്മ പറയണത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് നിൽക്കണ കാരണം ഞാൻ ചൂടായി നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാര്യം, കറക്റ്റ് കാര്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഇവളുടെ കയ്യിലാണ് മിസ്റ്റേക്ക്. എന്താ കാര്യം? ഇവൾ കല്യാണം കഴിച്ചിട്ട് വേറെ ഒരുത്തൻ ലൈൻ അടിച്ച് അതിൻ്റെ ഇടക്ക്. എന്നിട്ട് ഇവൻ ലൈൻ അടിച്ച് വെച്ച് ഇവനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അവന് പെണ്ണുമ്പോഴേ നഷ്ടപ്പെട്ട് ഇപ്പോൾ കേസിലുമായി അവൻ. എന്നിട്ട് ആ കേസ് ജയിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അടിപൊളി. എങ്ങനെയുണ്ട് പരിപാടി? ഞാൻ പറഞ്ഞു വല്ല റോഡേ കൂടി പോകണ്ട, വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വല്ല ഇടവഴി ഉണ്ടെങ്കിൽ കർണാടകയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ? ഇതാണ് അവസ്ഥ. ദൈവോട് അത് ഉടമ്പടി ആകത്തില്ല. നിങ്ങൾ തിന്മയിലും അധർമ്മത്തിലും ഇരുന്നുകൊണ്ട് ഉടമ്പടി ചെയ്ത ഉടമ്പടി ആകത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ഉൽപ്പത്തി 13:14. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ഉൽപ്പത്തി 13:14. ശ്രദ്ധിക്കട്ടെ. ഉൽപ്പത്തി 13:14. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു. പണിപാളി കണ്ട. അബ്രാഹാം പറഞ്ഞ് അബ്രാഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം സ്വന്തം പെമ്മക്കളുടെ കൂടെ കിടന്ന് ഉറങ്ങണ കക്ഷിയാണ് ലോത്തെ. ഈ പണ്ടാരത്തിനും കൊണ്ട് നടന്ന വല്ല കാലത്ത് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? അതാണ് പറയണത്. ഒന്ന് വായിച്ച്. അബ്രാം ഉൽപ്പത്തി 13:14. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം പറഞ്ഞേ. അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു. കർത്താവ് അബ്രാഹിമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. വാഗ്ദാനമാണ്. എൻ്റെ ഉടമ്പടിയായി. ആ മനുഷ്യനെ വിട്ടു മാറിക്കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടിയായി. അപ്പം ദൈവം മാറി നിൽക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ അസത്തായ മനുഷ്യൻ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിക്കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടിയായി. നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി ആകണമെങ്കിൽ ആദ്യം തന്നെ അധർമ്മം ഉണ്ടോ എന്ന് നോക്കണം. അധർമ്മം നിങ്ങളുടെ കയ്യിൽ നിന്ന് ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉടമ്പടി ആദ്യം വന്നത് അങ്ങനെയാണ്. ബിജുകുമാറിൻ്റെ കയ്യിൽ പാപങ്ങൾ ലിസ്റ്റാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റുകൾ. 4 മണിക്കൂറത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ 2 പേരുടെ ലിസ്റ്റ് ഒരുമിച്ച് വെച്ചപ്പോഴാണ് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോ പറഞ്ഞത്, അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന്. കൈയടിച്ച് കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയായി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുമേ ഇത് ഓൺലൈനായി എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ അവിടെയെല്ലാം ജീവിതത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ദൈവികമായ ജീവിത ദുരിതങ്ങളെ
തടസ്സങ്ങളെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ. കർത്താവേ, ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിൻ്റെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവെ അങ്ങ് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരകരോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന ആരാധന. ഹല്ലേലൂയ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുതുകിൽ ശവ പോലെ മുഴകളെ കാണിക്കുന്നവരെ ഈശോ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആന്തരികമായ അവയവങ്ങൾ ശിഷ്ടമുള്ളവരെ, വാൽവ് ചുരുങ്ങിപ്പോയവരെ, വാൽവ് വികസിക്കുന്നവരെ, കിഡ്നി ചുരുങ്ങിപ്പോയവരെ, കിഡ്നി വികസിക്കുന്നവരെയും പതിരെ വികസിക്കുന്നവരെയും, ശ്വാസകോശങ്ങൾ ഒതുങ്ങിപ്പോയവരെയും, അതുപോലെ തന്നെ അന്നനാളങ്ങൾ ചുങ്ങിപ്പോയവരെയും കർത്താവ് നിൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ മാർഗരോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്വക്ക് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. മുട്ടുപിടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണ് കാഴ്ചപ്പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചെവി കേൾക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തൈറോയ്ഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാതരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം, യേശുക്രിസ്തു വിശുദ്ധ രക്തം ഉച്ചമുതൽ ഉള്ളംകാല് വരെ ശരീരം ആസ്തകരം പൊതിയട്ടെ. മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ത്വക്ക് രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ, അസ്ഥിരോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, രക്തസ്രാവങ്ങൾ, മറ്റു തരത്തിലുള്ള സ്രാവരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവരെ സാക്ഷികളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓൺലൈനിലുള്ളവരും ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും ഉടമ്പടി പുതുക്കിയ വിഷയങ്ങളുടെ മേലും ഉടമ്പടി ആദ്യമായിട്ട് വെച്ച വിഷയങ്ങളുടെ മേലും അതിശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. Touch with the fire finger, soak with the precious blood, and through the Catholic Church, with the power of Jesus Christ, with the miracle of Holy Priesthood, I command to you, in the name of Jesus Christ, to be healed. കർത്താവേ, ജോലിയില്ലാത്തവരെ, സാമ്പത്തിക തകർച്ച വന്നവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, സ്വാഗതോടുകൂടി നടക്കാത്തവർ, കർത്താവ് സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വാടക താമസിക്കുന്നവർ, വഴിയില്ലാത്തവർ, കുടുംബത്തിൽ കലഹങ്ങളുള്ളവർ, മാരകരോഗികൾ, മനോരോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കേണ്ട. കർത്താവ് വിവിധ വിദേശങ്ങളിൽ അകപ്പെട്ടവർ, പോകാൻ പോകുന്ന രോഗികൾ
പോകാൻ പോകുന്ന മനുഷ്യർ, തിരിച്ചു വരാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്നവർ, വിസ കിട്ടാത്തവർ, ഓഫർ ഇട്ട് വന്നവർ വിസ കിട്ടാത്തവർ, ജോലിക്ക് ഇടം കിട്ടാത്തവർ, താമസിക്കാൻ ഇടം കിട്ടാത്തവർ, ഭക്ഷണത്തിന് മാർഗമില്ലാത്തവർ, ശമ്പളം കുരുങ്ങിപ്പോയവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് കേസ് അകപ്പെട്ടവർ, ഭാര്യാഭർത്താക്കന്മാരെ കേസ് അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാ മേഖലകളിലും മക്കളില്ലാത്തവർ, എല്ലാ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവ ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ.